തിരുവനന്തപുരം താമര കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് തലസ്ഥാനം താമര എടുത്തു എന്നുള്ളതാണ്. ഒരുപാട് ഘടകങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഇപ്പോഴും സംസാരമൊക്കെ ആയി. പക്ഷേ ആരായിരിക്കും മേയർ, ആരായിരിക്കും ഡെപ്യൂട്ടി മേയർ, ഈ കാര്യത്തിലാണ് ഇതുവരെ BJP ഒരു തീരുമാനത്തിലായില്ലേ, ഇന്ന ആള് വരണം, എന്നൊക്കെയുള്ള വലിയ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ആരായിരിക്കും മേയർ, അതിലുപരി ആരായിരിക്കും ഡെപ്യൂട്ടി മേയർ? അതിപ്പോ തിരുവനന്തപുരത്ത് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മേയറിനെ തീരുമാനിക്കുമ്പോൾ എല്ലാവരും മിടുക്കന്മാരാണ്. അതുകൊണ്ട് മേയറെ തീരുമാനിക്കുന്നതിനകത്ത് കേന്ദ്രം ഇടപെടും. തിരുവനന്തപുരം ആയതുകൊണ്ട് അങ്ങനെ ഇടപെട്ടേ മതിയാകത്തുള്ളൂ. തിരുവനന്തപുരം നഗരസഭ പിടിച്ചിട്ട് MLA-മാരെ MP-മാരെ ഉണ്ടാക്കാൻ ഒരു 10 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞ അമിത്ഷാ നമുക്കറിയാം. ചിന്തൻ ബൈഠക്ക് അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള ഒരു സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടന്നപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് ഇത്രയും സ്വാധീനമുള്ളപ്പോൾ ഇവിടെ സ്വാധീനമുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവിടെ MLA-മാരുണ്ടായിരുന്നല്ലോ, ആ MLA-മാരായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ മത്സരിക്കേണ്ടത് ഈ പറയുന്ന കോർപ്പറേഷൻ കൗൺസിലറായിട്ടാണ്. കോർപ്പറേഷൻ കൗൺസിലറായിട്ട് മത്സരിക്കുമ്പോൾ ആ ജനസമ്മതി ഉള്ള ആൾ ഒരു കോർപ്പറേഷൻ കൗൺസിലറായിട്ട് മത്സരിക്കുമ്പോൾ ജനത്തിനിടയിൽ അദ്ദേഹത്തെ ജയിപ്പിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തെ മേയറാക്കുന്നതിന് വേണ്ടി കൂടുതൽ BJP കൗൺസിലർമാരെ വിജയിപ്പിച്ചെടുക്കുകയും കൂടുതൽ BJP കൗൺസിലർമാർ വിജയിച്ച് വരണമെങ്കിൽ 4 or 5 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ആകേണ്ടതുള്ളത് കൊണ്ട് അവിടെ ജനങ്ങൾക്കിടയിൽ കൃത്യമായ സ്വാധീനം കൗൺസിലർമാരിൽ കൂടി നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ പെടുത്തുവാൻ സാധിക്കും, MLA-മാരെ ഉണ്ടാക്കാൻ സാധിക്കുമേയും എന്ന് ഉള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് പറഞ്ഞു കൊടുത്തത് അന്ന് അമിത്ഷായ. പക്ഷേ ഇവിടുത്തെ നമ്മുടെ BJP നേതാക്കന്മാർക്ക്, കേരളത്തിലെ നേതാക്കന്മാർക്ക് അത്തരത്തിൽ സമയമില്ലെന്നല്ല. അയ്യോ, കൗൺസിലറായിട്ട് മത്സരിച്ചാൽ ഞാനങ്ങ് താഴോട്ട് പോകുമോ, താഴെത്തട്ടിലാകുമോ, അത് പാടണ്ടോ ഇത് പാടണ്ടോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ RC വന്നപ്പോൾ കൗൺസിലറായിട്ട് മത്സരിച്ച് BJP നേതാക്കന്മാരെ കൗൺസിലറായിട്ട് മത്സരിപ്പിച്ചിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ V മുരളീധരനെ ഒക്കെ മത്സരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതിന് മുരളീധരൻ ധൈര്യം കാണിച്ചില്ല. മുരളീധരൻ ധൈര്യം കാണിച്ചില്ല. VV രാജേഷ് ഉൾപ്പെടെ ഉള്ളവർ മത്സരിച്ചു. അപ്പം ഏതായാലും അന്ന് അമിത്ഷാ പറഞ്ഞ കാര്യം, ഒത്തിരിയും ജനസമ്മതിയുള്ള ആൾക്കാരെ, 100ഓളം ജനസമ്മതിയുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ കൊള്ളാമെന്ന് പറയുന്ന ആൾക്കാരെ, ജനങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരെ, ജനം ചർച്ച ചെയ്യുന്ന ആൾക്കാരെ അവതരിപ്പിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയം നടത്തി വളരെ കൃത്യമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗും കൃത്യമായ വ്യക്തതയുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള AI പ്രചരണം, അതായത് എന്താണ് മോദി ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ എന്നുള്ള രീതിയിൽ ആൾക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു. നാളെ കാലത്തെ തിരുവനന്തപുരത്ത് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും, അല്ലെങ്കിൽ ഇനിയും തിരുവനന്തപുരത്തിന് എങ്ങനെ വേണം, എന്ത് വേണം, തിരുവനന്തപുരം എങ്ങനെ ഇരിക്കണം, ഞങ്ങൾ വന്നാൽ അങ്ങനെ ആക്കും, അതിന് തീരുമാനിച്ചിരിക്കുന്നു മോദി. അതിനൊരവസരം നിങ്ങൾ കൊടുക്കണമെന്ന് വളരെ കൃത്യമായിട്ട് ജനത്തിന് ബോധ്യപ്പെടുത്തിയുള്ള ഒരു പ്രചരണമായിരുന്നു. അതുകൊണ്ടാണ് വിജയിച്ചത്. അതുകൊണ്ട് ഇപ്പം 51 എന്നുള്ളൊരു സംഖ്യ, അതിനകത്ത് 2 സ്വതന്ത്രന്മാരുണ്ട്. അപ്പോൾ ആ 2 സ്വതന്ത്രന്മാരും ഇങ്ങോട്ട് വരാൻ നിൽക്കണം. ഒരാൾ ഇതിനകത്ത് വ്യക്തമായിട്ട് BJP-യുടെ കൂടെ തന്നെ ഉണ്ടെന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം ആയിരിക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ ആവാൻ സാധ്യത. അതിനകത്ത് മേയർ, ഡെപ്യൂട്ടി സ്പീക്കർ അല്ല, ശരിക്കും ക്ഷമിക്കണം, ഡെപ്യൂട്ടി മേയർ. അതിനകത്തൊരു സുധീഷ് കുമാർ, പുള്ളി UDF-നകത്ത് നിന്നിട്ടുള്ള അല്ലെങ്കിൽ UDF ചായവുള്ള ആള്, പുള്ളി സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിച്ചു. പിന്നെ ഒരാൾ കണ്ണൂർ കണ്ണമൂല വാർഡിൽ നിന്ന് പ്രസ് ക്ലബിന്റെ മുൻ ഭാരവാഹിയൊക്കെ ആയിരുന്നു. അദ്ദേഹം CPM പക്ഷെ അവിടെ CPM-കാരെയാണ് തോപ്പിച്ചത്. അപ്പം അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ പാറ്റൂർ രാധാകൃഷ്ണൻ അദ്ദേഹം പറയുന്നത് അഴിമതി ഉണ്ടായിരുന്നു കേട്ടോ, അത് കഴിഞ്ഞ പ്രാവശ്യം അത് കൃത്യമായിട്ട് നടന്നു കേട്ടോ, ഇത് ജനങ്ങൾ ചർച്ച ചെയ്ത് കേട്ടോ, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു കേട്ടോ, ആര്യാരാജേന്ദ്രൻ മോശമായിരുന്നു കേട്ടോ. അപ്പൊ ഇതിനകത്തൊന്നുമല്ല നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യങ്ങളുടെ ഒരു കിടപ്പ്. അപ്പൊ ഡെപ്യൂട്ടി സ്പീക്കർ ഇവർ രണ്ടുപേരിൽ ആരായിരിക്കും? കേന്ദ്രല്ലേ ഡെപ്യൂട്ടി, ക്ഷമിക്കണം, ഡെപ്യൂട്ടി സ്പീക്കർ, ഡെപ്യൂട്ടി മേയർ ആരായിരിക്കും? ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ലേ തിരുവനന്തപുരം BJP? അല്ല, ഞാൻ അംഗീകരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അതെ. അപ്പം ഡെപ്യൂട്ടി മേയർ, അതായത് സംവരണമാണെന്നാണ്, വനിതാ സംവരണം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന് അടുപ്പിച്ച് വേണമെങ്കിൽ വനിതാ സംവരണം തുടർച്ചയായിട്ട് വരാം. അപ്പം ഇപ്പം പുരുഷനായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീക്ക് തന്നെ വേണമെങ്കിൽ അത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ജനറലാണ്. അപ്പം അത് VV രാജേഷ് ഉൾപ്പെടെ ഉള്ളവർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അവിടെ പാർട്ടി സംവിധാനത്തെ നിലനിർത്തുന്നതിന് ഒരുപക്ഷെ ഡെപ്യൂട്ടി മേയറെ തീരുമാനിക്കുന്നതിനും കേന്ദ്രം ഇടപെടേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് വേറെ ഒരു കരകം വെക്കുന്നു. 4 മാസത്തിന് ശേഷം
ഈ പറയുന്ന 4 മാസം കഴിയുമ്പോൾ പ്രത്യേകത ഉണ്ടാവും കേട്ടോ. 4 മാസം കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷൻ വരിക. ഈ നിയമസഭാ ഇലക്ഷൻ അകത്ത് തിരുവനന്തപുരത്ത് നിന്നും കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് 10 10-ൽ പുറത്ത് സീറ്റേ ഉള്ളൂ. അത് 15 എനിക്ക് കൃത്യതയില്ല. എന്തായാലും 10-ൽ പുറത്ത് സീറ്റേ ഉള്ളൂ. എല്ലാ കോർപ്പറേഷനിലും ഓരോ നേതാക്കന്മാരെ ഏൽപ്പിച്ചായിരുന്നു. ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള നേതാവ് കെ മുരളീധരനെ നമ്മളിവിടെ തിരുവനന്തപുരം ഏൽപ്പിച്ചു. പുള്ളി പറഞ്ഞ് പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ശബരിനാഥനെ കൊണ്ടുവന്ന് വലിയ രീതിയിലൊക്കെ പറഞ്ഞ് BJP ഞങ്ങൾ ഇവിടുന്ന് തുരത്തുമെന്ന് പറഞ്ഞു. പുള്ളി എവിടെ പോയി BJP തുരത്തും എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് BJPയുടെ. അവിടെ BJP ജയിച്ചിരിക്കും. തൃശ്ശൂർ പോയി തുരത്താൻ പോയി, പുള്ളി 3-ാം സ്ഥാനത്ത് പോയി. ഇവിടെയും പുള്ളി 3-ാം സ്ഥാനത്ത് പോയി. അപ്പം ഇവിടെ ഏൽപ്പിച്ചു. ഇയാൾ വലിയ ആളാണ്, കരുണാകരൻ്റെ മകനാണ്, രാഷ്ട്രീയം പുള്ളിയിൽ കഴിഞ്ഞുള്ള രാഷ്ട്രീയമേ ഉള്ളൂ, അല്ലെങ്കിൽ പുള്ളി പറയുന്നതിനപ്പുറം ഒന്നുമില്ല. എല്ലാവരെയും കളിയാക്കുന്ന പുള്ളിയെ കണ്ടിട്ടില്ലേ? പുള്ളി നമ്മൾ പലവട്ടം പത്രസമ്മേളനം നടന്നത് പുള്ളിയുടെ മുഖത്തിന് അത് ഈ മലം പോകാതിരിക്കുന്ന ആൾക്കാർ കക്കൂസിൽ പോയിരിക്കുന്നുള്ളൊരു മുഖം. അല്ലല്ല, ഞാൻ പറയാം, കക്കൂസിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ മുഖം പുള്ളി ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ പ്രേക്ഷകർ നോക്കട്ടെ, ഞാൻ കള്ളം വല്ലം പറയുമോ അത് രീതി സംസാരിച്ച് BJP തീർക്കുമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും അവിടെ BJP അധികാരത്തിൽ വന്നു. അപ്പൊ ഇപ്പൊ വരാൻ പോകുന്ന പാർട്ടിക്കാർ വിളിക്കുന്ന ഒരു പേരുണ്ട്, നമ്മളല്ല കിങ്ങിണിക്കുട്ടനൊക്കെ അത് ആദ്യമേ വിളിച്ച കിങ്ങിണിക്കുട്ടനെ ഒക്കെ മാറി. ഇപ്പം വൃത്തിയായിട്ട് കാര്യം പറഞ്ഞു. എന്നാലും ഒരു ബുദ്ധിമുട്ടുണ്ട് പുള്ളിക്ക്, മനസ്സിലായില്ല. അത് മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലായി. അപ്പൊ ആ ബുദ്ധിമുട്ടോടുകൂടി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ BJP അനുവദിക്കത്തില്ല, ഞങ്ങൾ ഭരണത്തിൽ വരും. ഇപ്പൊ പുതിയൊരു സാധനം അവിടെ വരുന്നുണ്ട്. അവിടെ ഈ ശബരിനാഥൻ എന്ന് പറയുന്ന ആൾ, പുള്ളി DCC പ്രസിഡന്റ് ആവാൻ ഇരുന്നതാണ്. ശബരിനാഥൻ അവിടുത്തെ നേതാവായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ശബരിനാഥൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. തിരുവനന്തപുരം അദ്ദേഹത്തിന് കയ്യിലാക്കി വെക്കണമെന്നുണ്ട്. ആ സ്പേസിലേക്കാണ് കെ മുരളീധരൻ വന്നിട്ടുള്ളത്. ഇപ്പം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പല്ല ഞാൻ പറഞ്ഞത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പേ തന്നെ കളമൊഴിയാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കും എന്നൊക്കെ കേരളം മൊത്തവും ഇന്ത്യ മൊത്തവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ അവിടുത്തെ ജയം അനിവാര്യമാണെന്ന് പറഞ്ഞ നമ്മുടെ ശശി തരൂരുണ്ടല്ലോ. ഞാൻ കോൺഗ്രസിൽ നിന്ന് ജയിച്ചതാണെങ്കിൽ BJP മാനസികാവസ്ഥയുള്ള ഒരു MP ആണ്. ഇതിവിടെ അനിവാര്യമാണ്, നാളെ കാലത്തെ പലതും ഇവിടെ അനിവാര്യമാണ്. അതായത് MP BJPയുടെ ഉണ്ടാവണം, MLA മാർ BJPയുടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ ആളുമായിട്ട് മത്സരിക്കാൻ അവിടെ താല്പര്യപ്പെടുന്നതും ആ മത്സരത്തിന് വേണ്ടി നിൽക്കുന്ന ശബരിനാഥിന് ഇടയ്ക്ക് കയറി തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ടുള്ളതാണ് മുരളി. അതായത് ശബരിനാഥനും കെ മുരളീധരനും തമ്മിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ മുരളീധരൻ ശബരിനാഥന് തടസ്സമായിട്ട് വന്നാൽ, ഞാൻ പറഞ്ഞു വന്നത് ഈ 4 മാസത്തിനപ്പുറം കൃത്യമായി അല്ലെങ്കിൽ ഈ പറയുന്ന ലൈനിലേക്ക്, അവിടുത്തെ പാർട്ടി സംവിധാനത്തിലേക്ക് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ശബരിനാഥൻ വന്നില്ലെങ്കിൽ ശബരിനാഥൻ BJPയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ 50 അല്ല 60-ലേക്ക് പോകുമെന്ന്. 60-ലേക്ക് പോകണമെങ്കിൽ 19-നകത്തുനിന്ന് 10 എണ്ണമെങ്കിലും പോകണം, അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം വരും. ആ രീതിയിലേക്കുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു പോക്ക്, അത്തരത്തിലൊരു ചർച്ച ശരിയാണെന്ന് തോന്നുന്ന രീതിയിലേക്കുള്ളൊരു കാര്യങ്ങൾ അവിടുന്ന് വരുന്നുണ്ട്. BJPക്ക് 50 കൗൺസിലർമാരല്ല, 50 കൗൺസിലർമാരല്ല, 60-ലേക്ക് കടക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഇപ്പം ഒറ്റയടഞ്ഞക്ഷരമായതുപോലെ ഈ സംസ്ഥാനത്തുടനീളം ഒരു നേട്ടമൊക്കെ ഉണ്ടായി. ഇവര് പോലും അത്ഭുതപ്പെട്ടിരിക്കും, എനിക്ക് എത്ര വോട്ടോ. കോർപ്പറേഷൻ ഇതെങ്ങനെ കിട്ടി, ജില്ല ഇതെങ്ങനെ കിട്ടി? അപ്പൊ ഞാൻ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുന്നതിന് സഹായമാകുമെന്ന്. ഇതുപോലെ അപ്പൊ ഈ സാധ്യത കണ്ടുകൊണ്ട് കരുതൽ വരുമല്ലോ. പണി കിട്ടാൻ തുടങ്ങുന്നു നമ്മൾ വിചാരിച്ചതുപോലെ. CPM ഇപ്പൊ കരുതാൻ സാധ്യതയുണ്ട്. മാത്രമല്ല 100 നിൽക്കുക CPM. നിങ്ങൾ ഈ പറയുന്ന തരംഗമൊക്കെ വന്നാലും അതിനകത്തൊന്ന് ജനത്തിനിടയ്ക്ക് താല്പര്യമുള്ള, ഇപ്പൊ പഞ്ചായത്ത് പാർട്ടി കോൺഗ്രസ് ജയിച്ചു മറ്റേ ജയിച്ചു, ജനത്തിനിടയ്ക്ക് താല്പര്യമുള്ള ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന MLA മാർ ഉണ്ടാവില്ലോ CPM-ന്. അതൊരു 30 പേര് തോറ്റാലും 71 മതി അധികാരത്തിൽ വരാൻ. അതെല്ലാവരും മനസ്സിലാക്കിയേക്കുക. ഉമ്മൻചാണ്ടി ഭരിച്ചതും അങ്ങനെയൊക്കെ തന്നെ, മനസ്സിലായല്ലോ. അപ്പം എല്ലാവരും സന്തോഷിക്കുന്ന ആൾക്കാര് എഴുതിത്തള്ളണ്ട. 30 MLA മാര് പോയാലും 100-ൽ 30 MLA മാര് പോയാലും പുണ്യമുണ്ട്. ഇപ്പോൾ 29 പേര് തോറ്റാലും അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് CPM ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യം വരുമ്പോൾ കോർപ്പറേഷൻ അല്ലെങ്കിൽ അടുത്തത് CPM-ലേക്ക് പോകാൻ പറ്റാത്തടത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത തൊട്ടുകൂടായ്മയും ഒക്കെ കേരളത്തിൽ BJPക്കെതിരെ ഉണ്ടാവുന്നത് BJPക്ക് സാധ്യതയില്ലാത്തതുകൊണ്ടെന്നുള്ള തോന്നലും ഉണ്ടാകും. അല്ലാതെ ഞാനങ്ങനെ BJPക്കെതിരായിട്ട് നിൽക്കും അതേ രീതിയിലേക്കുള്ള മാനസികാവസ്ഥ, ഞാൻ ജനിച്ചത് കോൺഗ്രസ് മരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൊന്നും ഇല്ല, അതിനാരും ഇല്ല. സാധ്യത ഉണ്ടെന്ന് കാണട്ടെ, നാളെ കാലത്ത് ഇതെല്ലാം കൂടും കുടുക്കി എടുത്തുകൊണ്ട് BJP പോകും.
മൊത്തം പോവും. സതീശൻ ഉൾപ്പെടെ പോവും, കെ മുരളീധരൻ ഉൾപ്പെടെ പോവും, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പോവും, അല്ലെങ്കിൽ പല നേതാക്കന്മാരും പോവും. ഇവിടെ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് കൗൺസിലർമാരുടെ എണ്ണം 60 ആയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഏതായാലും ഡെപ്യൂട്ടി മേയറെ തീരുമാനിക്കുന്നതിനും കേന്ദ്രം ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഏതായാലും BJP ഭരിക്കും, അല്ലെങ്കിൽ BJP തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ.